എല്ലാവർക്കും വന്ദനം. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ജനുവരി 16 വെള്ളിയാഴ്ച, മനോഹരമായ ഒരു വാരാന്ത്യത്തിനായി നാം എല്ലാവരും കാത്തിരിക്കുകയാണ്. ഇന്ന് വിശേഷിച്ചും പുതിയ വാർത്തകളൊന്നും അറിയിക്കാനില്ലെങ്കിലും ബിസിനസ്സിലും ജീവിതത്തിലും നാം പാലിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വിഷയം തുടിയുടെ താളം എന്നതാണ്. നമ്മുടെ ഈ ഉദ്യമത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ഈ ശാന്തമായ സമയത്ത് മുന്നോട്ട് കുതിക്കേണ്ടത് എത്രത്തോളം പ്രധാനമാണെന്ന് നാം തിരിച്ചറിയണം. പുരാതന കാലം മുതൽക്കേ ആളുകളെ ഒരുമിച്ച് നിർത്താൻ തുടിയുടെ താളം ഉപയോഗിച്ചിരുന്നു. ഒരു സൈനിക പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും, ഒരു സൈന്യത്തെ കൃത്യമായ ചുവടുകളോടെ ഒരേ താളത്തിൽ മുന്നോട്ട് നയിക്കുന്നത് ആ വാദ്യത്തിന്റെ താളമാണ്. ബിസിനസ്സിലും ഇത് വളരെ പ്രധാനമാണ്. എല്ലാവരും ഒരേ ലക്ഷ്യത്തോടെ ഒരേ വേഗതയിൽ നീങ്ങുന്നു എന്ന് ഉറപ്പുവരുത്താൻ ഈ താളം അത്യാവശ്യമാണ്. ആരെങ്കിലും താളം തെറ്റിയാൽ അവർ പുറന്തള്ളപ്പെട്ടു പോകും. നമ്മുടെ ഈ വലിയ കൂട്ടായ്മയിൽ ആരും തന്നെ വഴിയിൽ തളർന്നു പോകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഒരു വാദ്യക്കാരനെപ്പോലെ എല്ലാ ദിവസവും പുതിയ അറിവുകളും പോസിറ്റീവ് ആയ ചിന്തകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നത്. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ താളം എന്നത് കൃത്യമായ ആശയവിനിമയവും പ്രവർത്തന വേഗതയുമാണ്. തുടക്കത്തിലുള്ള സംരംഭങ്ങൾ വളരെ വേഗത്തിലുള്ള താളം സ്വീകരിക്കേണ്ടിവരും. എന്നാൽ വലിയ സ്ഥാപനങ്ങൾക്ക് നിയമപരമായ തടസ്സങ്ങൾ കാരണം ചിലപ്പോൾ വേഗത കുറയ്ക്കേണ്ടി വന്നേക്കാം. എങ്കിലും ലക്ഷ്യബോധമുള്ള ഒരു നേതൃത്വം ഉണ്ടെങ്കിൽ മാത്രമേ ആ തടസ്സങ്ങളെ മറികടക്കാൻ സാധിക്കൂ. ഓരോരുത്തരും അവരവരുടെ മേഖലകളിൽ ഓരോ നേതാക്കളാണ്. നിങ്ങളുടെ കീഴിലുള്ളവരിലേക്ക് കൃത്യമായ വിവരങ്ങൾ എത്തിക്കാനും അവരെ ഒരേ ലക്ഷ്യത്തിലേക്ക് നയിക്കാനും നിങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ട്. വിപണിയിലെ മാറ്റങ്ങൾക്കും ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾക്കും അനുസരിച്ച് ഈ താളത്തിൽ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് സാധിക്കണം. ഉപഭോക്താക്കൾക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് എത്തിച്ചു നൽകിയില്ലെങ്കിൽ ബിസിനസ്സിന്റെ താളം തെറ്റുകയും അവർ നിരാശരാവുകയും ചെയ്യും. ചുരുക്കത്തിൽ, നമ്മൾ എല്ലാവരും ഒരേ താളത്തിൽ ചുവടുവെച്ചാൽ മാത്രമേ വിജയം കൈവരിക്കാൻ സാധിക്കൂ. നമ്മുടെ ഈ വലിയ കുടുംബത്തെ ഒരേ വേഗതയിൽ മുന്നോട്ട് നയിക്കാൻ നമുക്ക് സാധിക്കണം. ഇടയ്ക്ക് ചുവടുകൾ പിഴച്ചാലും ആ താളം വീണ്ടെടുത്ത് ഒത്തൊരുമയോടെ മുന്നേറാം. എല്ലാവർക്കും ശുഭകരമായ ഒരു വാരാന്ത്യം നേരുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.